ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു ഡെസേർട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്രൂട്ട് ആൻഡ് ജെല്ലി പുഡിങ്ങിന്റെ റെസിപ്പിയാണത്. ഇതൊരു ലെയേർഡ് പുഡിംഗ് ആണ്. ഫസ്റ്റ് ലെയർ സ്നോ വൈറ്റ് പുഡിങ് ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ഫ്രൂട്ട്സും ജെല്ലിയൊക്കെ വെച്ചിട്ട് നമ്മൾ സ്നോ വൈറ്റ് പുഡിങ്ങിന് ഫ്രൂട്ട് ആൻഡ് ജെല്ലി പുഡിംഗ് ആയിട്ട് മാറ്റിയിരിക്കുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിങ്ങുകളുടെ റെസിപ്പീസ് ഒന്ന് പോസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ പ്രകാരമാണ് ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈം എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഒരു പുഡിങ്ങിന്റെ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് കാണുക, ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുകൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇനേബിൾ ചെയ്തിട്ടാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമുക്ക് സ്നോ വൈറ്റ് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു 1 ലിറ്റർ പാലെടുത്ത് നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3/4 കപ്പ് പഞ്ചസാരയും 1 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടി ആദ്യം തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഈ മിൽക്ക് മെയ്ഡ് ഈ പാലിലോട്ട് യോജിച്ചു വരണം. ഇനി മറ്റൊരു പാത്രം എടുത്ത് അതിലോട്ട് 10 ഗ്രാം ചൈന ഗ്രാസും 1 ഗ്ലാസ് വെള്ളവുമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 250 ml ഗ്ലാസ് ആണത്. അപ്പോൾ ആദ്യം തന്നെ ഈ ചൈന ഗ്രാസ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് ഈ പാത്രത്തിലോട്ട് ഇടാം. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളവും ചേർത്ത് കൊടുത്ത് 15 മിനിറ്റ് കുതിർത്തി വെക്കണം. അതിനുശേഷമാണ് ഈ പാലിന്റെ മിക്സും ചൈന ഗ്രാസിന്റെ മിക്സും കൂടി ഒരേ സമയം തന്നെ 2 അടുപ്പിൽ വെച്ച് തീ ഓണാക്കുക. പാലിന്റെ കൂട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. അതുകൂടാതെ ഈ ചൈന ഗ്രാസിന്റെ കൂട്ട് ചെറിയ തീയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുകി വരണം. ഈ ചൈന ഗ്രാസ് ഒക്കെ ഈ വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് അലുത്ത് വരണം. അപ്പോൾ ഇവിടെ ഇപ്പം ചൈന ഗ്രാസ് ഒക്കെ നല്ലതുപോലെ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് അടിയിൽ ഇങ്ങനെ പിടിച്ചു പോവും. അപ്പോൾ ഇത് ചെറിയ തീയിലിട്ട് വേണം മെൽറ്റ് ചെയ്യിപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അതേസമയം തന്നെ പാലിന്റെ മിക്സും നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഇവിടെ പാലിന്റെ മിക്സ് തിളച്ചു വരുന്ന സമയത്ത് വേണം തിളച്ച ഉരുകിയ ചൈന ഗ്രാസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇത് രണ്ടും കൂടെ നല്ലതുപോലെ കൂട്ടി മിക്സ് ചെയ്യുക. അതിനുശേഷം തീ ഓഫ് ചെയ്തിടുക. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം സ്നോ വൈറ്റ് പുഡിങ്ങിന്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ഗ്ലാസ് ബൗളിലെടുത്ത് അതിലോട്ട് ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഒഴിച്ചു കൊടുക്കുക. ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ചൈന ഗ്രാസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് ചൂടാറിയാൽ തന്നെ ഇത് സെറ്റായി വരും. അതായത് ഫാനിന്റെ അടിയിൽ വെച്ച് ചൂടാറ്റിയാൽ മതി, അപ്പോൾ തന്നെ സെറ്റായി വരും. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്നോ വൈറ്റ് പുഡിങ്. ഇനി ഇതിലോട്ട് ഫില്ല് ചെയ്യാനായിട്ടുള്ള നമുക്ക് ഫ്രൂട്ട്സ് റെഡിയാക്കാം. അതിനുവേണ്ടി പൈനാപ്പിൾ ഒരു 2 കപ്പ് ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞെടുത്ത് 1 കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒരു ഫ്രൈ പാനിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ ഓണാക്കി നമുക്ക് മൂടി വെച്ച് ഈ പൈനാപ്പിൾ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ പൈനാപ്പിൾ നേരിട്ട് ചേർക്കുന്നതിൽ നല്ലത് വിളയിച്ച് ചേർക്കുന്നതാണ്. നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇങ്ങനെ വിളയിച്ച് വേണം പൈനാപ്പിൾ ചേർക്കാനായിട്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, എങ്കിലും പറഞ്ഞു തരുന്നതാണ് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. ഒരു 5 മിനിറ്റിന് ശേഷം ഈ മൂടി തുറന്നതിന് ശേഷം ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് തീ കൂട്ടി വെച്ച് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ഈ പൈനാപ്പിൾ നല്ലപോലെ വിളയിച്ച് പാകമായിട്ടുണ്ടാവും. നല്ലതുപോലെ ഇത് ചൂടാറുമ്പോൾ നമുക്കിനി ഈ സ്നോ വൈറ്റ് പുഡിങ്ങിന്റെ മുകളിലോട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ചെടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ ഈ പുഡിങ് മിക്സ് 2 ബൗളിലാക്കിയിട്ടാണ് സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്നത്. അതിലൊരു ബൗളാണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി, നിങ്ങൾക്ക് എത്രത്തോളം പൈനാപ്പിൾ വേണമെന്നനുസരിച്ച്. അതുകൂടാതെ ഇതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിവിടെ പൈനാപ്പിളിന്റെ കൂടെ ചേർക്കുന്നത് മാങ്ങ അരിഞ്ഞ് ചെറിയ ക്യൂബായിട്ട് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിന്റെ മുകളിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുവാണ്. നല്ലതുപോലെ പഴുത്ത മാങ്ങ ആയിപ്പോയി കേട്ടോ, അതുകൊണ്ട് ഇത്തിരി ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. നമുക്കിനി ഈ മാങ്ങയും കൂടി ഇതിന്റെ മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത്തിരി കളർഫുൾ ആകാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ചെറിയും കൂടി ഇതിന്റെ മുകളിലോട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇടുക. ഇപ്പോൾ
ഞാൻ ഇത്രയും ഫ്രൂട്ട്സ് ആണ് ഇതിന്റെ മുകളിൽ നിരത്തിയിരിക്കുന്നത്. ഇതൊക്കെ നല്ലപോലെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ലെയർ ചെയ്യാൻ വേണ്ടിയുള്ള ജെല്ലി നമുക്ക് റെഡിയാക്കാം. ഒരു ബൗൾ എടുത്ത് അതിലോട്ട് ജെല്ലി പാക്കറ്റിന്റെ മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 400 ml തിളച്ച വെള്ളമാണ് ഞാൻ ഈ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഏത് ഫ്ലേവറിലുള്ള ജെല്ലി വേണേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്ട്രോബെറിയോ അല്ലെങ്കിൽ ഓറഞ്ചോ അല്ലെങ്കിൽ മാംഗോ ഒക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഓറഞ്ചാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ജെല്ലി പൗഡർ പാക്കറ്റുകളുടെയും മുകളിൽ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് എഴുതിയിട്ടുണ്ടാവും. അത് പ്രകാരം നിങ്ങൾ ജെല്ലി ഉണ്ടാക്കി എടുക്കുക. ഇനി ഇത് പതുക്കെ ഈ ഫ്രൂട്ട്സിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സിന്റെ അതേ ലെവലിൽ വേണം ഈ ജെല്ലി മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാൻ. അതിനുശേഷം ഇത് നല്ലതുപോലെ ചൂടാറിയതിനു ശേഷം ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് 8 മണിക്കൂറോളം തണുപ്പിക്കുക. ഫ്രീസറിൽ വെക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ഫ്രൂട്ട് ആൻഡ് ജെല്ലി പുഡിംഗ് ആണ് ഇത്. ഇതിനി നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തു നോക്കാം. നല്ല അടിപൊളി പുഡിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇത് കണ്ടില്ലേ എത്ര സോഫ്റ്റ് ആണെന്നറിയാമോ ഇത്. അതും ഈ ഫ്രൂട്ട്സും ജെല്ലിയും കൂടെ ചേർത്തിട്ട് ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇതിന്റെ പല പല ടോപ്പിംഗ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഈ ഫ്രൂട്ട്സും ജെല്ലിയും അല്ലാതെ പല ടോപ്പിങ്ങും നമുക്ക് കൊടുക്കാൻ പറ്റും. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഈ പുഡിങ്ങിന്റെ റെസിപ്പിയിൽ പറഞ്ഞിരിക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ അളവുകളൊക്കെ വളരെ കറക്റ്റ് ആണ്. അതുകൊണ്ട് മാത്രമാണ് ഇത് കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് മെഷർമെന്റ്സ് ഒക്കെ നിങ്ങൾ കറക്റ്റ് തെറ്റാതെ എടുക്കുക. എല്ലാവർക്കും ഈ പുഡിങ്ങിന്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. താങ്ക് യു. ഗുഡ് ബൈ.